പാണ്ഡവർ അരക്കില്ലത്തിൽ കുന്തിയോടുകൂടി വെന്തു മരിച്ചു എന്ന ദൃഢവിശ്വാസത്തിൽ കൗരവന്മാർ ദുഃഖം ആചരിക്കുകയും അതോടൊപ്പം കൗരവന്മാർക്ക് അപരക്രിയകളായ ബലി തർപ്പണാദികളും കൂടി നടത്തി എന്നതാണ് അതിലെ സവിശേഷമായ ഒരു വസ്തുത. വിതുരർ അയച്ച കനകൻ നിർമ്മിച്ച തുരങ്കത്തിലൂടെ കാട്ടിലെത്തിയ പാണ്ഡവന്മാർ രാത്രിയിൽ ഭീമൻ്റെ ശരീരത്തിൻ്റെ വിവിധ മസിൽ പടവുകളിൽ കയറിയിരുന്ന്, പേശി പടവുകളിൽ കയറിയിരുന്ന് സുഖമായി സഞ്ചരിച്ചു. അങ്ങനെ നേരം വെളുക്കാറായപ്പോഴേക്കും ഗംഗാതീരത്തെത്തി. അപ്പോൾ ഗംഗാതീരത്ത് ഇവരെ അക്കരെ കടത്താൻ ഒരു വഞ്ചിക്കാരൻ കാത്തു കിടക്കുകയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, എന്നെ വിതുരരയച്ചതാണ്, നിങ്ങൾ നേരം പ്രഭാതമാകുമ്പോഴേക്കും ഇവിടെ എത്തും, അങ്ങനെ എത്തുമ്പോൾ അക്കരെ കടത്തി കൊടുക്കണം എന്ന് പറഞ്ഞ് എന്നെ വഞ്ചിയുമായിട്ട് വിതുരർ അയച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം കൊട്ടാരത്തിൽ നിന്നുകൊണ്ട് എപ്പോഴും ഇവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചാരന്മാരുടെ നിർദ്ദേശം കിട്ടുന്നതനുസരിച്ച് സഹായങ്ങൾ എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം വളരെ ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു സമയമാണ്. വിതുരർ ഇത്രയും ഉണർന്ന് പ്രവർത്തിച്ച സമയം മഹാഭാരതത്തിൽ നമുക്ക് വേറെ കാണാൻ സാധ്യമല്ല. ഇപ്പോൾ പണ്ട് ഒരു വർഷം മുമ്പ് പാണ്ഡവർ നടത്തിയ ദിഗ്വിജയമുണ്ട്. ഓരോ രാജാവ് അധികാരത്തിലേക്ക് വരുമ്പോഴും എങ്ങനെയാണ് മറ്റ് രാജാക്കന്മാരുടെ തങ്ങളോടുള്ള മനോഭാവം എന്നറിയുന്നതിന് വേണ്ടി പ്രത്യേകമായ ദിഗ്വിജയങ്ങൾ നടത്തും. ഇപ്പോൾ ഒരു പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ഈ ഹൈ ഒഫീഷ്യൽസിൻ്റെ ഒരു അഴിച്ചുപണി നടത്തുന്നത് പോലെ ഉള്ളൊരു പരിശോധനയാണിത്. ഇവരിപ്പോഴും തങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെയാണോ രാജാക്കന്മാർ നിൽക്കുന്നത്? ഇപ്പോൾ DGPയെ മാറ്റും, സെക്രട്ടറിമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാരെ മാറ്റി പ്രതിഷ്ഠിച്ച് ഒരു പരിവർത്തനം വരുത്തുന്നത് പോലെ പുതിയ രാജാവ് വന്നപ്പോൾ ആ പുതിയ രാജാവിനോടുള്ള സാമന്ത രാജാക്കന്മാരുടെ, ചക്രവർത്തിയായ രാജാവിനോടുള്ള സാമന്ത രാജാക്കന്മാരുടെ പെരുമാറ്റം അവർ തങ്ങളെ അംഗീകരിക്കുന്നുണ്ടോ അതോ നിരാകരിക്കുകയാണോ എന്ന് പരിശോധിക്കാനുള്ളതാണ് ഈ ദിഗ്വിജയ യാത്ര. ഇത് നടത്താത്തയാൾ ഭീഷ്മർ മാത്രമേ ഉള്ളൂ. അദ്ദേഹം നടത്താഞ്ഞത് അദ്ദേഹം ഔദ്യോഗികമായ രാജാവല്ലാഞ്ഞതുകൊണ്ടാണ്. ഇത് ശന്തനു നടത്തിയിരുന്നു, ചന്ദ്രൻ്റെ പിതാവ് പ്രദീപൻ നടത്തിയിരുന്നു, അത് കഴിഞ്ഞ് പാണ്ഡു നടത്തിയിരുന്നു, ഇപ്പോൾ പാണ്ഡവന്മാർ നടത്തുന്നു. 4 യുധിഷ്ഠിരൻ യുവരാജാവല്ലായിട്ടുള്ളൂ. യുവരാജാവിന് നടത്താനുള്ള അവകാശം. യുവരാജാവിന് രാജാവിൻ്റെ എല്ലാ അധികാരങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് രാമൻ ബാലിയെ കൊല്ലാൻ തീരുമാനിച്ചത്. കാട്ടിൽ ജീവിക്കുമ്പോഴും രാജാവ് രാമനാണ്, അല്ലാതെ ഭരതനല്ല. ഭരതൻ രാമൻ്റെ പ്രതിനിധിയായി തൽക്കാലത്തേക്ക് രാജ്യഭാരം കൈയേറ്റിരിക്കുന്നു എന്നേ ഉള്ളൂ. അതിനാണ് സിംഹാസനത്തിൽ അദ്ദേഹത്തിൻ്റെ പാദുകങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇപ്പോൾ രാജ്യത്വം വീട്ടിൽ അപ്പോൾ ശിക്ഷിക്കാൻ അധികാരമുണ്ട്. ആ ശിക്ഷിക്കാനുള്ള അധികാരം വെച്ചുകൊണ്ടാണ് ബാലിയെ കൊല്ലുന്നത്. ബാലിയെ കൊന്നതിനെ സംബന്ധിച്ച് വേറെ പ്രശ്നങ്ങളുണ്ട്, അത് തൽക്കാലം അവിടെ നിൽക്കട്ടെ, നമുക്കതിൽ ഇപ്പോൾ രാമായണത്തിലേക്ക് അങ്ങ് കടന്നു പോകും. ഈ ദിഗ്വിജയത്തിൽ ഇവർ രാജ്യം മുഴുവനും സഞ്ചരിച്ചതിൻ്റെ പര്യടന പരിചയം ഈ കാട്ടിൽ കൂടെയുള്ള സഞ്ചാരത്തിന് ഇവർക്ക് സുഗമത സൃഷ്ടിച്ചു കൊടുത്തു. കാട്ടിൽ എല്ലായിടത്തും നടക്കാനുള്ള ഒരു കെൽപ്പ് ഇവർക്ക് നൽകി. വഴി പെശകി കുഴക്കത്തിലായി പോവുക എന്നുള്ളത് സംഭവിച്ചില്ല. ഈ ദിഗ്വിജയത്തിന് പോകുമ്പോൾ ഒരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് സഹദേവൻ ജ്യോതിഷ്മതീപുരം എന്ന് പ്രസിദ്ധമായ ഒരു രാജ്യത്തിലെ നീലൻ എന്ന രാജാവിൻ്റെ അന്തപുരത്തിൽ ചെന്നപ്പോൾ അവർ പ്രതിരോധിച്ചു.
കൊട്ടാരത്തിലേക്ക് കയറ്റിയില്ല. അപ്പോൾ വിവരങ്ങളെല്ലാം പറഞ്ഞു. ഞാനിങ്ങനെ ദിഗ്ജയത്തിൽ വന്നിരിക്കുകയാണ്, ചന്ദ്രവംശത്തിലെ രാജാവാണ്, പാണ്ഡുവിൻ്റെ പുത്രനാണ്, പാണ്ഡു ഇവിടെ ദിഗ്ജയം സാധിച്ചിട്ടുള്ളതാണ്, ഇവിടെ യുദ്ധത്തിനല്ല ഞാൻ വന്നിരിക്കുന്നത്, ഞങ്ങളുടെ മേൽക്കോയ്മ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് പറഞ്ഞ് കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കാനൊക്കെ. അതെന്താ, ഇത് വളരെ സുരക്ഷിതമായ കൊട്ടാരമാണ്, നിങ്ങളുടെ മേൽക്കോയ്മ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, നിങ്ങളെ അധീശ രാജാവായി ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, നിങ്ങളുടെ അധീശത്വം ഞങ്ങൾക്ക് ആവശ്യവുമില്ല. ഇത് പറയുന്നത് സ്ത്രീകളാണ്. അപ്പോൾ ഒരു പെണ്ണരശ് നാടാണത്, സ്ത്രീകളാണ് അവിടെ ഭരിക്കുന്നത്. രാജാവുണ്ട്, ഈ നീലൻ എന്ന രാജാവുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യുദ്ധത്തിന് ഒരുങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ യുദ്ധമായി. യുദ്ധത്തിൽ വരുന്നത് ആണുങ്ങളുടെ സൈന്യം തന്നെയാണ്. അപ്പോൾ ഈ സൈന്യവുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ സഹദേവൻ പരാജയപ്പെട്ടു. സഹദേവൻ്റെ, അതായത് ഹസ്തനാപുരിയുടെ സൈന്യത്തിന് തീപിടിക്കുകയാണുണ്ടായത്. സൈന്യത്തിന് തീപിടിച്ചു, അവരുടെ യൂണിഫോമിന്, ഗണവേഷത്തിന് തീപിടിച്ചു. അപ്പോൾ അദ്ദേഹം അഗ്നിയെ ധ്യാനിച്ചു. അപ്പോൾ അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ടോട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ രാജ്യം കീഴടക്കാൻ സാധ്യമല്ല, ഇത് ഞാൻ സംരക്ഷിക്കുന്ന രാജ്യമാണ്. ജ്യോതിഷ്മതി എന്ന് ഈ രാജ്യത്തിന് പേര് വരാൻ തന്നെ കാരണം അതാണ്. ജ്യോതിസ് അഗ്നിയാണ്. അപ്പോൾ എൻ്റെ സംരക്ഷണയിലുള്ള പ്രദേശമായതുകൊണ്ടാണ് ഇതിന് ജ്യോതിഷ്മതി എന്ന് പേര് വന്നത്. അപ്പോൾ സഹോദരൻ പറഞ്ഞു, ഇപ്പോൾ അഗ്നിയോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ നോക്കില്ലല്ലോ. അപ്പോൾ സഹോദരൻ പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് ചന്ദ്രവംശത്തിന് വലിയൊരു പോരായ്മയാകുമല്ലോ, ഒരു അപമാനമാകുമല്ലോ, ഒരു പരാജയത്തിൻ്റെ സ്വാദ് ആദ്യമായിട്ടാണല്ലോ ചന്ദ്രവംശത്തിലെ രാജാക്കന്മാർ അറിയുന്നത്. അതുകൊണ്ട് ഞാൻ പരാജയപ്പെടാത്ത വിധത്തിൽ അങ്ങനെ സഹായിക്കണം എന്ന് പറയും. അപ്പോൾ അദ്ദേഹം അതിനെ അനുഗ്രഹിച്ചു. ഇത് പരാജയമായിട്ട് കരുതേണ്ടതില്ല, നിങ്ങൾക്ക് ഇവിടെ നിന്ന് കപ്പം തന്നോളൂ, പിന്നെ പരാജയത്തിൻ്റെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ സഹദേവൻ ഇതെന്താ, അഗ്നിക്ക് ഈ രാജ്യത്തോട് പ്രത്യേകാലൊരു മമതാബന്ധം ഉണ്ടാവാനുള്ള കാരണം എന്നറിയണം എന്ന് പറഞ്ഞിട്ട് അഗ്നിദേവനോട് അത് ചോദിച്ചു. എന്തുകൊണ്ടാണ് അങ്ങ് നേരിട്ട് ഈ ഒരു പ്രത്യേക രാജ്യത്തെ മാത്രം ഇങ്ങനെ സംരക്ഷിക്കുന്നത്? വല്ല ഒരു വരപ്രസാദം എന്നുള്ള നിലയിൽ അങ്ങ് വല്ല വരവും കൊടുത്തിട്ടാണോ ഇങ്ങനെ വേണ്ടി വന്നത്? അപ്പോൾ അഗ്നിദേവൻ ഒരു ലജ്ജയോടുകൂടി ചെറുതായി ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അത് എനിക്ക് പറ്റിയ ഒരു ചെറിയ വലിയ അബദ്ധമായിരുന്നു. എന്നിട്ട് അദ്ദേഹം അത് സഹദേവന് പറഞ്ഞു കൊടുത്തു. അവിടെ അഗ്നിഹോത്രശാലയിൽ എല്ലാ രാജകൊട്ടാരങ്ങളിലും ഉണ്ടാകും അഗ്നിഹോത്രശാല. അപ്പോൾ അഗ്നിഹോത്രശാലയിൽ എല്ലാ ദിവസങ്ങളും പരമ്പരാഗതമായി നടത്തി വരുന്ന യാഗങ്ങളും പൂജകളും നടത്തിക്കൊണ്ടേയിരിക്കും നിരന്തരമായി, അതിന് മുടക്കം വരില്ല. അതുകൊണ്ടാണ് അതിന് പ്രത്യേക ഒരു ശാല തന്നെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അഗ്നിഹോത്രശാലയിൽ ഈ തീ മങ്ങിപ്പോയെന്നാൽ ഹോമദ്രവ്യങ്ങളിടുമ്പോൾ ചിലപ്പോൾ തീ മങ്ങിപ്പോകും, ജ്വാലകൾ മങ്ങും തീയുടെ. ഇങ്ങനെ അഗ്നിയുടെ ജ്വാലകൾ മങ്ങുമ്പോൾ അത് വിശറി കൊണ്ടോ പാള കൊണ്ടോ അങ്ങനെയുള്ള ഏതെങ്കിലും പരന്ന പ്രതലമുള്ള ഒരു വസ്തു കൊണ്ട് വീശിയാണ് ആളി കത്തിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം അഗ്നിഹോത്രശാലയിൽ നിന്ന് പുരോഹിതൻ വേറെന്തോ കാര്യത്തിന് പുറത്തേക്ക് പോയപ്പോഴേക്കും തീ മങ്ങിപ്പോയി, അഗ്നിനാളങ്ങൾ മങ്ങി. പെട്ടെന്ന് കുട്ടി, രാജാവിൻ്റെ പുത്രി സുദർശന എന്നാണ് രാജപുത്രിയുടെ പേര്, കുട്ടി ചെന്ന് ഊതാൻ പാടില്ല ഇതിനകത്ത്. ഈ അഗ്നികുണ്ഡത്തിലേക്ക് യാഗം നടത്തുമ്പോഴുള്ള ഹോമകുണ്ഡത്തിലേക്ക് ഊതി തീ വർദ്ധിപ്പിക്കാൻ പാടില്ല. കാരണം തുപ്പലിൻ്റെ തുള്ളി തെറിച്ചു വീഴാനുള്ള സാധ്യത ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യാൻ. അല്ലാതെ ഊതിയ കൊണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, ചിലപ്പോൾ തുപ്പലിൻ്റെ തുള്ളി തെറിച്ചു വീണാലോ എന്നുള്ള ആശങ്ക കൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. പക്ഷേ രാജകുമാരി ഇത് അറിയാതെ ഓടിച്ചെന്ന് തീ കെട്ടുപോകരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓടിച്ചെന്ന് ഊതി. അപ്പോൾ അഗ്നിദേവന് ആ ഊത്ത് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല സുഗന്ധമുള്ള ഊത്തായിരുന്നു. സാധാരണ നിലയിൽ വായിൽ നിന്ന് സുഗന്ധം വരാനുള്ള സാധ്യത വളരെ വിദൂരമാണ്. വളരെ വിദൂരം എന്ന് പറഞ്ഞാൽ എന്താണ്? സാധ്യതയില്ലെന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ ഇങ്ങനെ സുഗന്ധം വായിൽ നിന്ന് ഒരു കുട്ടിയുടെ വായിൽ നിന്ന്, രാജകുമാരിയുടെ, യുവതിയാണ്, കുട്ടിയൊന്നുമല്ല, യുവതിയുടെ വായിൽ നിന്ന് സുഗന്ധം വന്നപ്പോൾ ആ സുഗന്ധപൂർണമായ വായുവിൻ്റെ ഗതി അഗ്നിദേവന് ഒരു തലോടൽ പോലെ തോന്നി. അപ്പോൾ അഗ്നിദേവൻ വിചാരിച്ചു, ഇനിയിപ്പോൾ ഇവൾ ഊതിയാലേ ഞാൻ കത്തു എന്നുള്ള നിലയിലൊരു തീരുമാനം അദ്ദേഹം എടുത്തു. ഈ അഗ്നിഹോത്രശാലയിൽ പിന്നീട് പുരോഹിതന്മാർ വന്ന് ഏതെല്ലാം തരത്തിൽ വീശിയിട്ടും
പിന്നെ ഇന്നത്തെ പോലെ അന്ന് വീശാൻ നോക്കില്ല. ഇപ്പോൾ സിനിമയിലൊക്കെ കൊടുങ്കാറ്റുണ്ടാക്കുന്നത് വലിയ ഫാൻ വെച്ചിട്ടായിരിക്കും. അപ്പം അന്ന് അങ്ങനത്തെ ഫാനുകളൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് അങ്ങനെ ഊതാൻ സാധിച്ചില്ല. അപ്പോൾ എന്ത് ചെയ്തിട്ടും കത്തുന്നില്ല അഗ്നി. അപ്പോൾ ആലോചനയായ പുരോഹിതന്മാരെല്ലാവരും കൂടി അങ്ങനെ ആലോചനയിൽ ദിവ്യദൃഷ്ടിയിൽ കണ്ടു, ഇങ്ങനെ അഗ്നിദേവന് ഈ യുവതിയായ രാജകുമാരി വന്ന് ഊതിയാൽ മാത്രമേ അദ്ദേഹം കത്തൂ. രാജകുമാരിയെ കൊണ്ട് ഊതിച്ചു. അങ്ങനെ രാജകുമാരി ഊത്തുകുമാരിയായിട്ട് അങ്ങ് മാറി. എല്ലാ ദിവസവും അഗ്നിഹോത്രശാലയിൽ വന്നിങ്ങനെ ഊതിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ തീ ജ്വലിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം ബ്രാഹ്മണ വേഷത്തിൽ വന്നിട്ട് ഇവളുമായി അദ്ദേഹം എല്ലായിടത്തും കാട്ടിലും എല്ലായിടത്തും സഞ്ചരിക്കുന്ന സമയത്ത് പറഞ്ഞു, ഞാൻ ആരാണെന്നറിയാമോ? ഞാനാണ് അഗ്നിദേവൻ. ഞാൻ നിന്നെ ഭാര്യയായി സ്വീകരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായ ആശങ്ക തോന്നും. അഗ്നിയുടെ ഭാര്യ എന്നാൽ പുള്ളി എന്ത് ശരീരം പോലും. അപ്പോൾ അതൊന്നുമില്ല, ഞാൻ മനുഷ്യരൂപത്തിൽ നിൻ്റെ ഭർത്താവായി നീയോ നിൻ്റെ കൂടെ താമസിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പലയിടത്തും ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചു. നാട്ടിലും നഗരങ്ങളിലും മേട്ടിലും നദീമുഖങ്ങളിലും ഗുഹാമുഖങ്ങളിലും എല്ലാം സഞ്ചരിച്ചു. അപ്പോൾ ഈ കാമുകന്മാർ ഏതെല്ലാം തരത്തിൽ ഏത് രീതിയിലെല്ലാം ലോലരായി സഞ്ചരിക്കും എന്നത് വ്യാസൻ വർണ്ണിച്ചിട്ടുള്ള അത്ര മനോഹരമായി ഇന്നത്തെ നോവലുകളിൽ പോലും വർണ്ണിക്കാൻ സാധ്യമല്ല. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇങ്ങനെ ശരീരം മുഴുവനും മുരടിച്ച് ശരീരത്തിൽ അവയവങ്ങളുണ്ടോ എന്ന് സംശയം തോന്നത്തക്ക വിധത്തിൽ മെലിഞ്ഞിരിക്കുന്ന വ്യാസമഹർഷി, ഈ മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളിൽ ഏറ്റവും മെലിഞ്ഞ ആൾ വ്യാസനാണ്. ഇങ്ങനെ ഉണങ്ങിക്കരിഞ്ഞു പോയ ഒരു മഹർഷി ഇത്ര സമുജ്വലമായിട്ട്, ഇത്ര സമർത്ഥമായിട്ട്, ഇത്ര സഫലമായിട്ട് പ്രണയലോലരായ യുവാക്കന്മാരുടെ പ്രണയരംഗങ്ങൾ വർണ്ണിക്കും എന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ സാധിക്കാതിരിക്കുകയാണ് നാം ഇത് കണ്ട് അന്താളിച്ചു പോകുന്നത്. അവർ തമ്മിലുള്ള സംഭാഷണം, അത്തരമൊരു സംഭാഷണം ഇന്നും വിരചിച്ചുണ്ടാക്കാൻ സാധ്യമല്ല. പല പ്രണയ ജോഡികളുടെ തമ്മിലുള്ള സംഭാഷണങ്ങൾ നോവലുകളിലും തിരക്കഥകളിലൊക്കെ രചിച്ചു വച്ചിരിക്കുന്നുണ്ടെന്ന് നമുക്ക് ചിരി വരും. നാം അതിനകത്ത് ഇഴുകിപ്പിടിക്കത്തക്ക വിധത്തിൽ സ്വയം വിസ്മൃതി ഉണ്ടാകത്തക്ക വിധത്തിലുള്ള പ്രണയ രംഗങ്ങളുടെയും പ്രണയാഭിലാഷങ്ങളുടെയും പ്രണയാനുഭൂതിയുടെയും തീവ്രമായ പ്രണയാനുഭൂതിയുടെ അന്യത്ര അദൃശ്യമായ വർണ്ണനയുടെ ഒരു വസന്തകാല ഉത്സവത്തിൻ്റെ കമ്രഭംഗികൾ വർണ്ണിക്കുകയാണ് വ്യാസൻ അവിടെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വർണ്ണിച്ചതിനേക്കാൾ ഭംഗിയായിട്ട് മറ്റാർക്കും വർണ്ണിക്കാൻ സാധിക്കുകയില്ല എന്ന വ്യാസൻ്റെ ഉള്ളിലിരിപ്പിനെ വ്യാസൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. വൈശമ്പായന മഹർഷി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് പറയുന്നത്, കഥ പറയുന്ന വൈശമ്പായനൻ അല്ലെങ്കിൽ കഥ പറയുന്ന ലോമഹർഷണൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് കവിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ളതല്ലാതെ ഇതിനേക്കാൾ മനോഹരമായി, ഇതിനേക്കാൾ മനോരഞ്ജകമായി, ഹൃദ്യമായി, ഭാവാത്മകമായി ഒരു വർണ്ണന സാധ്യമല്ല എന്ന് നാം സാക്ഷാത്കരിച്ച് അനുഭവിക്കും. അപ്പോൾ അന്ന് കൊട്ടാരത്തിൽ അറിഞ്ഞു ഇങ്ങനെ രാജകുമാരി ഒരു യുവബ്രാഹ്മണനുമായിട്ട് എല്ലായിടത്തും ഇങ്ങനെ ചുറ്റിക്കറങ്ങി ശംഖുമുഖത്തും വേളി കടപ്പുറത്തും ഒക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നതായിട്ട് രാജാവിന് വിവരം കിട്ടി. രാജാവ് പിടിച്ചു. പിടിക്കാൻ വിട്ടവരൊക്കെ കത്തിപ്പോയി. പിടിക്കാൻ വിട്ടവരൊക്കെ പിന്നെ ചാരമായിട്ട് വാരി എടുത്തുകൊണ്ട് പോരുകയായിരുന്നു. അപ്പോൾ രാജാവിന് പിടിയായി. ആരാണെന്ന് അന്വേഷിച്ചപ്പോഴാണ് അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നിൻ്റെ പുത്രിയിൽ ഞാൻ പ്രീതനായിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ മനുഷ്യവേഷത്തിൽ ഇവളുടെ കൂടെ താമസിക്കും കൊട്ടാരത്തിൽ. നിൻ്റെ രാജ്യത്തിന് വലിയ സമൃദ്ധി ഉണ്ടാകും, നിൻ്റെ രാജ്യത്തിന് വലിയ സമ്പന്നത ഉണ്ടാകും, നിൻ്റെ രാജ്യത്ത് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. അങ്ങനെ സർവൽ സമ്പൽ സമൃദ്ധമായ സമൃദ്ധിയുടെ കേദാരമായിട്ട് നിൻ്റെ രാജ്യം ഈ ഭാരതവർഷത്തിലെ ഏറ്റവും സമുന്നതമായ ഒരു രാജ്യമായി വർത്തിക്കും. അപ്പോൾ ഇദ്ദേഹത്തിന് സന്തോഷമായി. പിന്നെ ഇദ്ദേഹത്തിന് പറയാമല്ലോ, ഞാൻ അഗ്നിയുടെ അമ്മായച്ചനാണ് എന്ന് പറഞ്ഞു നടക്കാമല്ലോ. അങ്ങനെ അദ്ദേഹത്തിനത് വലിയ ഒരു അന്തസ്സും ആഭിജാത്യവും അഭിമാനവുമായിട്ട് തീർന്നു ഈ അഗ്നി പരിണയം. ഇത് ഈ ഭാഗം മാത്രം എടുത്താൽ അത് അത്യന്തം ഭാവോജ്വലമായ ഒരു കാവ്യമായിരിക്കും, ഒരു റൊമാൻറ്റിക് കാവ്യം. ഈ കഥയുടെ നടുക്കിങ്ങനെ കിടക്കുകയാണ്. കൗരവ പാണ്ഡവന്മാരുടെ നമ്മെ പേടിപ്പെടുത്തുന്ന ഭീകരമായ യുദ്ധത്തിലേക്ക് നീങ്ങിപ്പോകുന്ന ആ മഹാകഥയുടെ അരികിൽ ഒരു ശാദ്വല ഭൂമി പോലെ, ഒരു വന്യശാദ്വലത പോലെ
ഒരു ശാന്തമായ തടാകത്തിൻ്റെ ചിറ്റോളങ്ങൾ കണ്ട് രസിക്കാവുന്നത് പോലെ മഹാസാഗരത്തിൻ്റെ അരികിൽ ചിറ്റോളങ്ങൾ അന്യോന്യം പുലുകി നിൽക്കുന്ന ഒരു തടാകത്തിൻ്റെ പരമമായ ശാന്തിയുടെ പനിനീർ തടം പോലെ കിടക്കുകയാണ് ഈ പ്രണയത്തിൻ്റെ നിത്യനൂതനമായ സുഖകഥ. അത് സൂചിപ്പിച്ചത് ഈ സഞ്ചാരം ഭാരതത്തിൻ്റെ 4 ദിക്കുകളിലുമുള്ള ഹസ്തിനപുരിയിൽ നിന്ന് 4 ദിക്കുകളിലേക്കും കിടക്കുന്ന എല്ലാ രാജ്യങ്ങളിലും സഞ്ചരിച്ചതിൻ്റെ സഞ്ചാരം ഇവർക്ക് എന്തിനുതകി? ഈ കാന്താര വാസത്തിന്, കാന്താരത്തെ വഴികൾ കണ്ടുപിടിക്കുന്നതിനും കാന്താരത്തിലൂടെ നടക്കുന്നതിനുമൊക്കെ അവർക്ക് ഗുണകരമായി തീർന്നു. ഇത് അപ്പോൾ സ്ത്രീകൾ ഭരിക്കുന്ന ഒരു നാട് എന്നുള്ള, വേറെയും സ്ത്രീകൾ ഭരിക്കുന്ന നാടിനെക്കുറിച്ച് പറയും, അത് നമുക്ക് സന്ദർഭം വരുമ്പോൾ ഞാൻ പറയാം. ഇപ്പോൾ സുദർശന, ഇപ്പോൾ സൗദർശനം എന്നും പിന്നീട് സുദർശനം എന്നത് ഈ രാജാവിൻ്റെ പുത്രിയുടെ പേരാണ്. അപ്പോൾ സൗദർശനം എന്നും ആ രാജ്യത്തിന് പിന്നീട് പേര് വന്നു. ജ്യോതിഷ്മതി എന്നാണ് അതിൻ്റെ പ്രസിദ്ധമായ പേര്. ഇപ്പോഴും ഉള്ള രാജ്യമാണിത്.